കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡ അതായത് IRCC 966 യോഗ്യതയുള്ള അക്കാദമിക് പ്രോഗ്രാമുകളുടെ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിരുന്നു. അതിൽ കൃഷി, കാർഷികം, ഭക്ഷണം, ആരോഗ്യ സംരക്ഷണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, വിദഗ്ധ വ്യാപാരങ്ങൾ, ഗതാഗതം, വർക്ക് പെർമിറ്റിന് യോഗ്യത നേടുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റായിരുന്നു പുറത്തിറക്കിയത്. ഇനി കാനഡ വർക്ക് പെർമിറ്റുകൾക്കായുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടെ ഈ വർഷം വർക്ക് പെർമിറ്റ് ലഭിച്ച 10,50,30 അന്താരാഷ്ട്ര ബിരുദധാരികളിൽ 67,000 പേരെങ്കിലും അയോഗ്യരാകുമെന്ന മുന്നറിയിപ്പ് കാനഡ നൽകി. 10,50,30 ബിരുദാനന്തര വർക്ക് പെർമിറ്റുകളിൽ 64% കോളേജുകളിൽ നിന്നുള്ള അന്തർദേശീയ ബിരുദധാരികൾക്ക് പെർമിറ്റ് അനുവദിച്ചതായി റിപ്പോർട്ട് ചെയ്ത ദി ടൊറന്റോ സ്റ്റാറിന്റെ ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് ഈ വർഷം വർക്ക് പെർമിറ്റിന് അർഹതയില്ലാത്ത അന്താരാഷ്ട്ര ബിരുദധാരികളുടെ കണക്ക് പുറത്തായത്. ബിസിനസ് സ്റ്റഡീസ് ബിരുദധാരികൾക്ക് പെർമിറ്റുകളുടെ 42% പ്രതിനിധീകരിച്ചും സ്റ്റം ഫീൽഡുകളിലുള്ളവർക്ക് 37%, കമ്പ്യൂട്ടിംഗ്, IT എന്നീ മേഖലയിൽ 16%, വൈദഗ്ധ്യമുള്ള ട്രേഡുകളിലെ ബിരുദധാരികൾക്ക് 1% പെർമിറ്റ് മാത്രമാണ് അനുവദിച്ചത്. അതേസമയം പുതിയ വർക്ക് പെർമിറ്റ് നിയമങ്ങൾ പ്രകാരം ഇനി വിദേശ വിദ്യാർത്ഥികൾ കാനഡയുടെ ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് യോഗ്യത നേടുന്നതിന് പ്രത്യേക പഠന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടാതെ പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു മേഖലയിൽ പഠന അനുമതിക്ക് അപേക്ഷിക്കുകയോ അതോ പഠനം കഴിഞ്ഞതോ ആയ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള നിയമങ്ങൾക്ക് കീഴിൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ ഇത് പ്രാബല്യത്തിൽ വരുന്ന തീയതിയിലോ അതിനുശേഷമോ അപേക്ഷിക്കുന്നവർക്ക് വർക്ക് പെർമിറ്റിന് യോഗ്യത നേടുന്നതിന് ആവശ്യമായ പഠന മേഖലകൾ തിരഞ്ഞെടുക്കണമെന്ന കാര്യം കർശനമാക്കിയിരിക്കുകയാണ് കാനഡ. അതേസമയം സർവകലാശാലകൾ വാഗ്ദാനം ചെയ്യുന്ന ഡിഗ്രി പ്രോഗ്രാമുകളിൽ നിന്നുള്ള ബിരുദധാരികളെ മാത്രം പുതിയ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർ ഫീൽഡ് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെ 3 വർഷം വരെ PGWPക്ക് യോഗ്യത നേടുന്നുണ്ട്. കൂടാതെ യോഗ്യതയുള്ള പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് കമ്പൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിലെ ദീർഘകാല തൊഴിൽ ക്ഷാമത്തെ അടിസ്ഥാനമാക്കിയതായിരിക്കുമെന്നാണ് IRCC നിർദ്ദേശിച്ചത്. ഇത് എക്സ്പ്രസ് എൻട്രി വിഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മാനദണ്ഡത്തിന് സമാനമാണെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രവിശ്യകൾ, പ്രദേശങ്ങൾ, പങ്കാളികൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിദേശീയരിൽ നിന്നുള്ള ഇൻപുട്ട് ഉപയോഗിച്ചാണ് നയം വികസിപ്പിച്ചതെന്നും IRCC വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ പുതിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളിൽ നിന്ന് ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങളെ പരിമിതപ്പെടുത്തുകയാണ്. കോളേജ് ഒന്റാറിയോയുടെ പ്രസിഡന്റും CEOയുമായ മാർക്കറ്റ ഇവൻസ് സെപ്റ്റംബർ 27-ന് IRCC മന്ത്രി മാർക്ക് മില്ലറിന് അയച്ച കത്തിൽ ഈ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പ്രവിശ്യകളുമായുള്ള കൂടിയാലോചനയുടെ അഭാവത്തെക്കുറിച്ചും പ്രാദേശിക തൊഴിലുടമകൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയിക്കാൻ ദേശീയ തൊഴിൽ വിപണി വിവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.